89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടർ ആനന്ദ് മന്മഥൻ. സാജൻ ബേക്കറി സിൻസ് 1962 എന്ന സിനിമയിലെ ജുബിൻ സാം എന്ന കഥാപാത്രത്തിലൂടെ, ജയ് 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 ഹേ എന്ന സിനിമയിലെ ജയൻ എന്ന കഥാപാത്രത്തിലൂടെ, ആൻഡ് ലേറ്റസ്റ്റ് റിലീസ്ഡ് മൂവി പൊന്മാനിലെ ബ്രൂണോ ആയും നമ്മുടെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിന്ന ആനന്ദ് മന്മഥനാണ് നമ്മുടെ കൂടെയുള്ളത്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. കാര്യം ഞാൻ സത്യം പറഞ്ഞ ആ പേരൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചു എന്നുള്ളത് ഭയങ്കര സംഭവമാണ് കേട്ടോ. താങ്ക് യു. ആക്ച്വലി ഞാൻ ഈ ആനന്ദ് മന്മഥൻ എന്ന ഈ ഒരു മുഖം ഞാൻ ഓർത്തു നിൽക്കുന്നത്, ഞാൻ ആ ഷോർട്ട് ഫിലിമിന്റെ പേര് ഓർക്കുന്നില്ല, പക്ഷെ ഒരു ഷോർട്ട് ഫിലിം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് ആൾക്കിങ്ങനെ പീരിയഡ്സ് ആകുന്നു ആ സമയത്ത്. അതെ, ഞാൻ അതിലാണ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ അങ്ങനെ പല സിനിമകളിലും മുഖം കണ്ടു, ആ ചേട്ടനാണല്ലോ ഈ ചേട്ടൻ എന്നിങ്ങനെ സിനിമയിലൂടെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം, ഓക്കേ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞാനും ഭയങ്കര ഹാപ്പിയാണ് ചേട്ടനോട് സംസാരിക്കാനായിട്ട് സാധിച്ചത്. ആൻഡ് ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് വന്നത് തന്നെ പൊന്മാൻ സിനിമയായിരുന്നു. കാരണം സിനിമ കണ്ടിറങ്ങിയ ഉടനെ ഞാനിങ്ങനെ നമ്മുടെ ടീമിനോട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഈ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യണമായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് എന്തായാലും അഫ്കോഴ്സ് എനിക്ക് ബ്രൂണോനെ വേണം എന്നിങ്ങനെ ഞാനിങ്ങനെ ആവശ്യപ്പെട്ട് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊന്മാനിലെ വിശേഷത്തിലേക്ക് തന്നെ പോവാം. ചേട്ടൻ്റെ മനസ്സിൽ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന പൊന്മാൻ സിനിമയിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് SK ഹോട്ട്സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പൊന്മാനിലെ വിശേഷം എന്ന് പറഞ്ഞാൽ, പൊന്മാൻ ഞാനിങ്ങനെ അതിലൊരു മാനിഫെസ്റ്റേഷൻ കൂടെ ഉണ്ട് കേട്ടോ. പൊന്മാനിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ഈ സിനിമയൊക്കെ ആവുന്നതിന് മുമ്പ് ഈ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു ഭയങ്കര GR ഇന്ദുഗോപൻ ഫാനാണ്. അപ്പോ ഞങ്ങള് എല്ലാ ബുക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വായിക്കാറുണ്ട്. ഈ പറയുന്ന ഇന്ദുഗോപന്റെ ബുക്ക്, ബാക്കി ബുക്കുകളൊന്നും വായിച്ചില്ലെങ്കിൽ പോലും ഇന്ദുഗോപൻ സാറിന്റെ ബുക്ക് ഞാൻ സ്ഥിരം വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വായിച്ചത് എനിക്ക് ഏറ്റവും സിനിമാറ്റിക് ആയിട്ട് തോന്നിയ ഒരു ബുക്കായിരുന്നു 4-5 ചെറുപ്പക്കാരെന്നുള്ള ബുക്ക്. വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. അത് ഭയങ്കര രസമുള്ള ബുക്കാണ് കേട്ടോ. ഭയങ്കര ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാൻ പറ്റുന്ന ബുക്കാണ്. അപ്പൊ ഇത് സിനിമ കണ്ടിട്ട് അത് വായിക്കുമ്പോൾ വേറൊരു ഡയമെൻഷൻ കൂടെ കിട്ടും. അപ്പോ അങ്ങനെ വായിച്ചപ്പോ നമ്മളൊരു ആക്ടറാണല്ലോ, അപ്പൊ പണ്ടോട്ട് ആക്ടറാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ കാണുമല്ലോ, സിനിമാറ്റിക് കൂടെ ആവുകൊണ്ട് നമ്മൾ സിനിമയായിട്ടാണ് ബുക്ക് വായിക്കുന്നത്. ഫുൾ ഇമാജിൻ ചെയ്യുമല്ലോ അല്ലേ? നമ്മളെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും നമുക്ക് പറ്റുന്ന ക്യാരക്ടർ എന്നുള്ളത്. അതിൽ ഒരു നായകൻ അജേഷ് എന്നുള്ളത് നമ്മള് സിനിമയുടെ ഒരു മാർക്കറ്റ് വെച്ചിട്ടും അത് വലിയൊരു നായകൻ ചെയ്യേണ്ട, വലിയൊരു സ്റ്റാർ ചെയ്യേണ്ട റോളാണ്. ഓക്കെ, അതെന്തായാലും നമുക്ക് കിട്ടൂല. പിന്നെ ഒരു മരിയാനോ എന്നുള്ള ക്യാരക്ടർ പവർഫുൾ ആയിട്ട് ആ കൊള്ളാലോ. അപ്പൊ അത് നമ്മുടെ രൂപം കൊണ്ടും അതിൽ എഴുതി വെച്ചിരിക്കുന്ന രൂപം ഒക്കെ വേറെയാണ്, മാനസ് ഒക്കെ വേറെയാണ്. പിന്നെ നമ്മൾ ആലോചിച്ചു, ബ്രൂണോ കൊള്ളാം, നല്ല രസം, നമുക്ക് പറ്റിയ ക്യാരക്ടർ ആണല്ലോ. അപ്പോഴും നമ്മളത് ആലോചിക്കുന്നത് ആ സമയത്ത് നമുക്കൊക്കെ പറ്റും, പക്ഷെ അത് വല്ല ഷൈൻ ടോം ചാക്കയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പാണ്, ജയഹേക്ക് മുമ്പാണ്. അപ്പൊ ഏകദേശം എത്ര വർഷം മുന്നേ ആയിരിക്കും ബുക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ആ സമയമായി, അപ്പോഴും വർഷമായി. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലമൊക്കെ കഴിഞ്ഞു. അപ്പോഴ് നമ്മൾ അത് ആഗ്രഹമായിട്ട് എടുത്ത് ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാനും നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ട് പവിശങ്കർ എന്ന് പറഞ്ഞിട്ട്, സർക്കാസനം എന്നൊക്കെ. അപ്പൊ പവിയും കൂടെ നമ്മളെ കാറിൽ ഒരു സ്ഥലത്ത് പൊക്കോണ്ടിരുന്നപ്പോ, പുള്ളിയാണ് വിന്നൽ മുരളിയുടെ ഒക്കെ ടൈറ്റിലൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ ബേസിലുമായിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പൊ പവി പറഞ്ഞു ഞാനും അടുത്തുണ്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ, എടാ ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്, പ്രൊഫൈൽ ഒന്ന് അയക്ക്, ഞാൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ പുള്ളി പ്രൊഫൈൽ എടുത്തിട്ട് ജ്യോതിഷേട്ടനെ നമ്മളെ ഡയറക്ടറിന് അയച്ചു കൊടുത്തു. അപ്പൊ ജ്യോതിഷേട്ടൻ ആക്ച്വലി എന്നെ ജയ് ജയ് ലേഖയില് ഒരു സീന് കണ്ടിട്ട് പുള്ളി എന്നെ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ബ്രൂണോയില് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി വെച്ചിട്ട് അവരിങ്ങനെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത, ഇപ്പൊ ഇത് ചെയ്യുമ്പോ മരിയാനോ ചെയ്യുമ്പോ സജിൻ ആവേശം ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഫേസസിനെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസിലും കൂടെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ അവരെ നോക്കാം, ആനന്ദിനെ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇത് വന്നത്. അപ്പൊ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞാൻ പണ്ട് ആഗ്രഹിച്ച സാധനം എന്റെ കയ്യിലോട്ട് എത്തുകയായിരുന്നു. ഒരു മാനിഫെസ്റ്റേഷൻ തന്നെ അല്ലേ? ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ് അത് സംഭവിച്ചത്. അത് ഇപ്പോഴും എനിക്ക് പലപ്പോഴും ആലോചിക്കുമ്പോ ഇതൊക്കെ ഒരു എങ്ങനെ നടന്നു എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞൂടാ സത്യം പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് വന്നത്. ഓക്കെ, ഇത് ആക്ച്വലി രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ആക്ച്വലി വന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ,
നമുക്കൊരു ഓഡിയോ ഉണ്ട്. ചേട്ടനോട് ചോദിക്കാനായിട്ട് ഒരാൾ എന്നോടൊരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചോദ്യം ചേട്ടൻ്റെ കരങ്ങളിലേക്ക് തരുവാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ പാട്ടിന് ശേഷം വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ആനന്ദ് മന്മഥൻ എന്ന ആക്ടറിനോട് ഉള്ള ചോദ്യം എന്താണ്? ഞാനല്ല ചോദിക്കുന്നത്, വേറൊരാളാണ്. ഡിയർ ആൻഡ് നിയർ എന്ന സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ആനന്ദ് മന്മഥൻ. അങ്ങനെ ചേട്ടൻ്റെ വിശേഷങ്ങൾ, പൊന്മാനിലെ പൊന്നിൽ തിളങ്ങുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഇനി നമ്മൾ ഡിയർ ആൻഡ് നിയർ എന്നൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഗസ്റ്റിൻ്റെ ഭയങ്കര വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഗസ്റ്റിനെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചോദ്യം നമ്മൾ ആ ഗസ്റ്റിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ആനന്ദേട്ടന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊഹം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഞാൻ എന്തായാലും ഓഡിയോയിലേക്ക് പോവാം, അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. ആനന്ദിനോടൊരു ചോദ്യം ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വർഷങ്ങളായി ആനന്ദിന്റെ കരിയറും ആസ്പിറേഷൻസും ഒക്കെ കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ, പൊന്മാനിലെ ബ്രൂണോയെ കാണുന്നത് ആനന്ദിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ്. ഇത്രയും കാലമായിട്ടും ആനന്ദ് ചെയ്യുന്ന പല കഥാപാത്രങ്ങളും വളരെ സൗമ്യനായ കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ബ്രൂണോ അങ്ങനെയല്ല, ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കൊരു രസകരമായിട്ടുള്ളൊരു ചിന്ത തോന്നിയത്, ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന കൃതി സിനിമയാവുന്നതിന് മുമ്പ് പലരും വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആനന്ദം വായിച്ചിട്ടുണ്ടാകാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമയാക്കപ്പെടുമ്പോൾ ഇതിലെ ഈ കഥാപാത്രം തന്നിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം തന്നിലേക്ക് എത്തിയാൽ അത് ആരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ പൊന്മാനിലെ ഈ കഥാപാത്രം എത്തിക്കഴിഞ്ഞപ്പോൾ മിക്കപ്പോഴും ഈ പുസ്തകങ്ങളിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് പ്രകടിപ്പിക്കാൻ വേണ്ടി. കാരണം പലരും വായിച്ച് മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്രൂണോയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആനന്ദ് നടത്തിയൊരു സഞ്ചാരം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. ഇത് ജെമിനി ഉണ്ണികൃഷ്ണൻ എന്നറിയപ്പെടുന്ന മ്യൂസിക് കമ്പോസർ. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മളെ തിരുവനന്തപുരത്തുള്ള നമ്മളെ അടുത്ത സുഹൃത്താണ്. പുള്ളി ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതെ, അതാ ഞാനും ആലോചിച്ചതേ. ആദ്യമേ തന്നെ ആ ഓഡിയോയുടെ ഉത്തരവായി പോയല്ലോ. ആ കൂട്ടത്തില് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചോദിച്ച വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഒരു കഥാപാത്രം ഇപ്പൊ നമ്മള് നോവല് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ട്. അപ്പം അത് സിനിമയിലേക്ക് വന്നപ്പോൾ അതെങ്ങനെയായിരുന്നു? ആ ഒരു അഡാപ്റ്റേഷൻ എങ്ങനെയായിരുന്നു? അല്ല, പലപ്പോഴും കഥ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു നോവൽ ബേസ് ചെയ്തിട്ട് കഥ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കഥയോടൊപ്പം എത്താറില്ല എന്നുള്ളത് പൊതു പല്ലവിയായിട്ട് നമ്മൾ കേൾക്കാറുള്ള സംഭവമാണ്. പലപ്പോൾ ആ കഥയുടെ അത്ര എത്തിയില്ല, അല്ലെങ്കിൽ ആ നോവലിന്റെ അത്ര എത്തിയില്ല സിനിമയാക്കിയപ്പോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിന് അപവാദമായിട്ട് കുറച്ച് സിനിമകളേ ഉള്ളൂ. അപ്പൊ അതിലൊരു സിനിമയായി പൊന്മാൻ മാറുന്നു, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് പൊന്മാൻ അത്തരത്തിലുള്ളൊരു സിനിമയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. കാരണം നോവല് വായിച്ചിട്ട് എല്ലാവരും ഇതില് സിനിമ കണ്ടപ്പോഴേക്കും സിനിമയുടെ ആയിട്ടുള്ള മാറ്റങ്ങൾ നോവലിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. കാരണം ഒരിക്കലും നമുക്ക് നോവൽ അതേപോലെ അഡാപ്റ്റ് ചെയ്ത് സിനിമ കഴിയില്ല. ക്ലൈമാക്സിലടക്കം നോവൽ വായിക്കുമ്പോൾ നമുക്ക് അത് മതിയാവും, മനസ്സിലായില്ല. അപ്പൊ പക്ഷെ സിനിമ കാണിക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ബുക്കിൽ തന്നെ ഈ പണ്ട് ബുക്കിൽ ഉണ്ടായിരുന്ന ബുക്കിന്റെ ഒരു ടാഗ് ലൈൻ പോലെ വെച്ചിരുന്നത് വ്യവസ്ഥയൊക്കെ ഒരു അവസ്ഥ വരെ ഉള്ളൂ അച്ഛ എന്നുള്ളൊരു ആഗ്നസ്, അമ്മ ക്യാരക്ടർ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ബുക്കില്. അതായിരുന്നു ആ ബുക്കിന്റെ തന്നെ ഒരു ടാഗ് ലൈൻ. ആ ഡയലോഗ് പോലും നമുക്ക് ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് വെച്ചാൽ നമുക്ക് വേറെ പലതും പറയേണ്ടി വരും. അപ്പോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പരാതിയുള്ള ആ ഡയലോഗ് ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആൾക്കാർക്ക് ബുക്ക് വായിച്ച ആൾക്കാർക്ക് ഇത് ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തു, ഈ ബുക്ക് വായിച്ചവരെയും ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് അങ്ങനെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് പൊന്മാനിലൂടെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പലപ്പോഴും നമുക്ക് ആ ക്യാരക്ടറിലോ ആ ക്യാരക്ടർ അത് നോവൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടറിന്റെ തലത്തിലോട്ട് എത്താൻ പറ്റാതെ വരെയൊക്കെ ചെയ്യും സിനിമ ചെയ്യുമ്പോൾ. പക്ഷെ ഇതില് എല്ലാം അത് കവറായി എന്നുള്ള, പ്രത്യേകിച്ച് അജേഷ് എന്നുള്ള ക്യാരക്ടർ ത്രൂ ഔട്ട് അജേഷ് എന്നുള്ള ക്യാരക്ടറിലാണ് ഈ സിനിമ പോകുന്നത്. അത് ഭയങ്കര ഗംഭീരമായിട്ട് ബേസിൽ ചെയ്തിട്ടുമുണ്ട്.
സിനിമയ്ക്ക് അത് ഗുണമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോവലിനൊപ്പം വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫേസ് ആയിട്ട് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ അജേഷ് ആയിട്ട് ബേസിൽ മാത്രമേ തോന്നത്തുള്ളൂ. വായിച്ചു നോക്കൂ, അപ്പൊ നോവൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അജേഷ് ബേസിൽ മാത്രമേ നമുക്ക് തോന്നുള്ളൂ, ബേസിൽ പറഞ്ഞിട്ടേ നമുക്ക് തോന്നുള്ളൂ. ആ തരത്തിലൊക്കെ എത്തിയെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ എന്തായാലും പൊന്മാനിലെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൂണോയിലേക്ക് എത്തിയ വിശേഷം കേട്ടു. ബ്രൂണോ ആയത് എങ്ങനെ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതിന്റെ ഒരു സന്തോഷമൊക്കെ ചേട്ടൻ പങ്കുവച്ചു. നമ്മുടെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത് ആക്ടർ ആനന്ദ് മന്മഥൻ. ഈ ഒരു അഭിനേതാവിന്റെ ഒരുപാട് കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സിനിമാ വിശേഷങ്ങളൊക്കെ കേൾക്കാം SK ഹോട്ട്സ്പോട്ടിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ ജോ ആണ്. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെയുള്ളത് ബ്രൂണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കാരണം ലേറ്റസ്റ്റ് റിലീസ്ഡ് മൂവിയായ പൊന്മാൻ എന്ന സിനിമയിൽ ബ്രൂണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആനന്ദ് മന്മഥനാണ് നമ്മുടെ കൂടെയുള്ളത്. കുറച്ചും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജയ 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 ഹേ സിനിമയിലെ ജയനായിട്ടും സാജൻ ബേക്കറിയിലെ നമ്മുടെ അജു വർഗീസിന്റെ ഏറ്റവും ഉറ്റ കസിനായിട്ടും ഒക്കെ എത്തിയ ആനന്ദ് മന്മഥന്റെ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങളാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ മെയിനായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആനന്ദേട്ടാ, നമ്മളിങ്ങനെ പല വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ കഥകളും ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ച കുറച്ച് പേരുകളുണ്ട്. അതിലൊന്നാണ് ഹിമാലയത്തിലെ കശ്മലൻ. അതിൻ്റെ ഡയറക്ടറായ അഭിരാം സുരേഷ് ഉണ്ണിത്താൻ. ഈ പേരുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹിമാലയത്തിലെ കശ്മലൻ, അഭിരാം ഏട്ടൻ, അഭിയണ്ണൻ എന്നൊക്കെ പറയുന്നത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ സംഭവിക്കുമ്പോൾ അഭിയണ്ണൻ എന്റെ കൂടെ കോ ആക്ടറായിട്ടുണ്ടായിരുന്ന ആളാണ്. വൈ എന്നുള്ള സിനിമ 2016 വൈ എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് സുനിൽ ഇബ്രാഹിമാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. സുനിൽ അരികിൽ ഒരാൾ ചാപ്റ്റേഴ്സ് ഒക്കെ പോലുള്ള ഗംഭീര സിനിമകൾ ഒരുക്കിയ ഒരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം പുതുമുഖങ്ങളിൽ മാത്രം വെച്ച് പുള്ളി എപ്പോഴും എക്സ്പെരിമെന്റ് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പുള്ളിയുടെ രീതി അങ്ങനെയാണ്. പുള്ളിയുടെ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉള്ള സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ അതിനുശേഷമുള്ള എല്ലാ പടത്തിലും ഞാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് റോയി എന്നുള്ള സിനിമ ചെയ്തു, റോയിൽ ഞാനുണ്ടായിരുന്നു. തേർഡ് മർഡർ എന്നിങ്ങനെ ഇറങ്ങാൻ പോകുന്ന സിനിമ, അതിലും ഞാനുണ്ട് ഒരു ചെറിയ വേഷത്തിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് അഭിരാം സുരേഷ് ഉണ്ണിത്താനെ പരിചയപ്പെടുന്നത്, അഭിയണ്ണനെ പരിചയപ്പെടുന്നത്. അപ്പോ അവിടെ നിന്നുണ്ടായ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നാണ്, ആ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ പടം പ്ലാൻ ചെയ്തിട്ട് രണ്ടാമത്തെ പടമായിട്ട് ഹിമാലയത്തിലെ കശ്മലൻ എന്നുള്ള സിനിമ ഉണ്ടാവുന്നത്. ഹിമാലയത്തിലെ കശ്മലൻ ഭയങ്കര രസമായിട്ട് വന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. നമുക്ക് ഇപ്പോഴും ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമ്മൾ അന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ കഥ എന്ത് ചെയ്യും എന്നുള്ള കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. നമ്മൾ ചെയ്തപ്പോഴും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തത്. പക്ഷെ പടം അങ്ങനെ അധികം പോയില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, എന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ക്യാരക്ടറിലൊന്ന് ഈ പറയുന്ന പോലെ ഹിമാലയത്തെ കശ്മലിലെ വിസ്മയൻ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് തരാൻ ഒരു മനസ്സ് കാണിച്ച, ആദ്യത്തെ തുടക്കക്കാരൻ എന്നുള്ളത് തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ തരാൻ മനസ്സ് കാണിച്ച അഭിയണ്ണനെ ഇപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ചില സിനിമകളിൽ ഒന്നാണ് 1744 വൈറ്റ് ഓൾട്ടോ എന്ന സിനിമ. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത സിനിമ. ഈ രണ്ട് പേരുകളും ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? അയ്യോ, സെന്ന ഹെഗ്ഡെ സാർ, നമ്മളിപ്പം വീട്ടിൽ ഒരു പണിയില്ലാതെ, നമ്മൾ ഒരു പടവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ രാജേഷ് മാധവൻ വിളിച്ചിട്ട്, എടാ ഒരു സാധനം ഉണ്ട് സെന്ന ഹെഗ്ഡെയുടെ പടത്തിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ തിങ്കളാഴ്ച കണ്ടിട്ട് വൻ ഫാൻ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാ, പുള്ളി വിളിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചുമ്മാ പറയുന്നതാണോ അതോ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നത്. അത് എനിക്ക് ഈ പറയും പോലെ ബ്രൂണയെ പറയുന്നത് പോലെ ആൾക്കാർക്ക് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ പറയാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു 44-ഉം അതിലൊക്കെ കണ്ണൻ എന്നുള്ള ക്യാരക്ടറും. കാരണം ഞാൻ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടോ ആ സിനിമ? ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച്. ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും. ആ സിനിമയില് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ചേട്ടൻ ഇങ്ങനെ ഒരു വില്ലൻ കഥാപാത്രമാണ്. അതെ, അതിൽ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഞാൻ അതില് സംസാരിക്കാത്ത ആളൊന്നുമല്ല, ഊമയല്ല. പക്ഷെ എനിക്ക് ഈ ലോകത്തോടൊന്നും സംസാരിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയ ബാക്ക് സ്റ്റോറി ആ ക്യാരക്ടറിന്. അങ്ങനെയാണ്. അതിൽ അവസാനമാണ് ഒരു വാക്ക് സംസാരിക്കുന്ന പുള്ളി.
അപ്പൊ ആ ക്യാരക്ടർ വല്ലാത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ അങ്ങനെ കണ്ടു പരിചയമില്ലാത്തൊരു ക്യാരക്ടറാണ്. ആ സിനിമയും അങ്ങനെയാണ്, നമ്മൾ കണ്ടു പരിചയമില്ലാത്തൊരു സിനിമയാണ്. അത് എവരി വൺ കപ്പ് ഓഫ് ടീ അല്ലായിരുന്നു ആ ഒരു സിനിമ. അപ്പൊ അത് OTT-ലായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ തിയേറ്റർ റിലീസ് വന്നപ്പോഴത്തേക്കും പിന്നെ അതൊന്നും നടന്നില്ല. അപ്പൊ OTT-ലോട്ട് പോയില്ല. അപ്പൊ എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട് എന്തെങ്കിലും OTT-ലായിട്ട് ഇറങ്ങുമ്പോ അത് കുറച്ചും കൂടെ ആൾക്കാർ കാണും, സംസാരിക്കപ്പെടാൻ പോകുന്ന സിനിമയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സമജി പട്ട്. അത് ഇത് തന്നെയാണ് പുതിയൊരു ആർട്ടിസ്റ്റിന് ഇത്രയും വലിയൊരു റോളൊക്കെ തരിക എന്ന് പറഞ്ഞാൽ അത് സെന്ന സാറിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടും സെന്ന സാർ എന്നെ പത്മിനി എന്നുള്ള സിനിമയിലൊക്കെ വിളിച്ചു. ചാക്കോച്ചന്റെ കൂടെ ത്രൂ ഔട്ടുള്ള അത് വേറൊരു ടൈപ്പ് ക്യാരക്ടർ. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന നായകന്റെ കൂടെ നടക്കുന്ന, നായകന് എല്ലാ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അതും ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു. സെന്ന സാറിന്റെ എല്ലാ പടങ്ങളും, സെന്ന സാറിന്റെ പടങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പുള്ളിയോട് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ് ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഇനിയും അടുത്ത പടത്തിലും, ഇപ്പൊ ഒരു പടം കഴിഞ്ഞു പുള്ളിയുടെ, അടുത്ത പടത്തിൽ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആ വിശ്വാസം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. ആക്ടർ ആനന്ദ് മന്മഥന്റെ വിശേഷങ്ങളുമായിട്ട് SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആക്ടർ ആനന്ദ് മന്മഥനാണ്. അപ്പം ചേട്ടൻ്റെ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പം എനിക്ക് ചേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് മറ്റ് ഇൻ്റർവ്യൂസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ആക്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് അതിന് വേണ്ടി കുറേ പ്രയത്നം ചെയ്യുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ട്രെയ്റ്റ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ ഇത് സീരിയസ് ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ചോദിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡാൻസേഴ്സ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, സിംഗേഴ്സ് ആണെങ്കിൽ അവരുടെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ്റെ ഈ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ടാലൻറ്റ്, ഈ അഭിനയത്തെ അതിനെ ഒന്ന് മിനുക്കി പണിയാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് എങ്ങനെയൊക്കെയാണ്? അപ്പൊ ഓരോ ആക്ടേഴ്സിനും ഓരോ പ്രോസസ്സാണ് കേട്ടോ. പല ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നതിലും എല്ലാത്തിലും ഓരോ പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രോസസ്സായിട്ട് അതൊരു ഇൻവോളണ്ടറി പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത് എന്നെ എപ്പോഴും ശീലിപ്പിച്ചൊരു സാധനമാണ്. ഞാൻ എപ്പോഴും ഈ ഒരു സാധനം നമ്മൾ സിനിമയിലാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ എപ്പോഴും ഒരു സിനിമയിലാണ് ഇങ്ങനെ നടക്കുന്നത്, ഞാനൊരു സിനിമയിലെ ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നല് ഉപബോധ മനസ്സിൽ എവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാളടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അതെങ്ങനെ സംസാരിക്കായിരുന്നല്ലേ, അതിങ്ങനെ വേറൊരു രീതിയിൽ കൂടെ സംസാരിക്കും. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ സംസാരിച്ചു ബൈക്കിലും കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ സംഭവം എടുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ രീതിയിലൊക്കെ ഇതെങ്ങനെയായിരിക്കും അങ്ങനെ മൈൻഡിൽ കുറെ സാധനം പോകും. അപ്പൊ ഇതാണ് എന്നെ ഇങ്ങനെ ലൈവായിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു സാധനം. എപ്പോഴും നമ്മൾ എല്ലാ സാധനവും കാണുന്നതും സിനിമാറ്റിക്കലിയാണ്. നമ്മളിപ്പോ ഒരാൾ നടന്നു പോകുന്നത് കാണുമ്പോഴും അയാൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഇട്ട് പോയാൽ അത് സിനിമയിൽ എങ്ങനെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മളിപ്പം ഇൻവോളണ്ടറി പ്രോസസ്സായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിനു വേണ്ടി നോക്കണമല്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടേ നമ്മൾ അതെങ്ങനെ ഇൻവോളണ്ടറി പ്രോസസ് ആയിട്ട് ഇതിങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കും. അങ്ങനെയാണ് എന്റെ സംഭവം നടക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ചില സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ വെറുതെ ഞാൻ വേറെ ആരും കാണിക്കുന്നില്ല, ഞാൻ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കും ഓക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ചില സമയത്തൊക്കെ അത് വല്ലപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും ബാത്റൂം നിൽക്കുമ്പോൾ കണ്ണാടി, ഓക്കെ കണ്ണാടിയിൽ പല സാധനം ക്യാരക്ടർ പിടിക്കും, അങ്ങനെ സാധനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, അത് തീരുന്നില്ല. അതാണ് എനിക്ക് ആകെപ്പാട് ആത്മാർത്ഥത ഉള്ളത് ഇതിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒന്നിനും എനിക്ക് ഈ ആത്മാർത്ഥത ഇല്ല. അത് വീട്ടുകാര് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ഞാൻ മടിയനാണ്, ബാക്കി എല്ലാത്തിലും ഞാൻ പണിയെടുക്കാത്ത. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം എനിക്കൊരു മടിയില്ല, എന്ത് വേണോ ചെയ്യാം, എന്ത് പണിയെടുക്കാനും തയ്യാറാണ്. അപ്പൊ ഇത് മാത്രം ഇങ്ങനെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നേക്കുവാന്ന് അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ. ആനന്ദ് മന്മഥൻ എന്ന അഭിനേതാവ് തന്നെ മിനുക്കി പണിയുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പോൾ എന്തായാലും ഈ മിനുക്കി പണിതതിനെയും അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകളും ഒക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട് SK ഹോട്ട്സ്പോട്ടിലൂടെ സർഗക്ഷേത്ര 89.6 FM. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്.
വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആക്ടർ ആനന്ദ് മന്മഥൻ, നമ്മുടെ പൊന്മാൻ സിനിമയിലെ ബ്രൂണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കും. കാരണം ഞാൻ ആ സിനിമ കണ്ടാണ് എനിക്ക് ഈ ചേട്ടനോട് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ആവേശമൊക്കെ. അപ്പം എന്തായാലും ബ്രൂണോ ചേട്ടാ അല്ലെങ്കിൽ ആനന്ദേട്ടാ, ഓക്കെ. ഇനിയിപ്പം നമ്മൾ കാണുവാണെങ്കിൽ ബ്രൂണോ എന്ന കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെയാണ് നമ്മൾ ആനന്ദ് മന്മഥൻ എന്ന വ്യക്തിയെ കൂടുതലും അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെയാണ്. പക്ഷേ ചേട്ടൻ തന്നെ ചേട്ടനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഡ്രീമിനെ അന്വേഷിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അങ്ങനെ ഞാൻ തന്നെ എന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്ന എന്ന് പറയുന്നത് പോലെ തന്നെ ചേട്ടൻ എങ്ങനെയാണ് ആനന്ദ് മന്മഥൻ എന്ന ആക്ടറിനെ അല്ലെങ്കിൽ വ്യക്തിയെ പറയാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിനി ഫെയിൽ എന്ന് പറയാം. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സിനിമയാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യം. തിയേറ്ററിൽ പോകുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും. നമ്മൾ തിയേറ്ററിൽ സിനിമ എന്നുള്ള സാധനമായിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആകും. അപ്പോ സിനിമയാണ്, സിനിമ ജീവിതമാക്കിയ ഒരാൾ എന്നുള്ളത് കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെയാണ് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ. ഞാനേ ചേട്ടന്റെ ഈ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചപ്പം കാണാനായിട്ട് സാധിച്ചത് ഈ ഫ്യൂച്ചർ ഉമറൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഉദ്ദേശം, എൻ്റെ ഒരു മെയിൻ റീസൺ എന്തായിരിക്കും? ഞാൻ എന്നിട്ട് പോയി ഗൂഗിളിലൊക്കെ അന്വേഷിച്ച് നോക്കി എന്താണ് ഈ ഉമറൽ എന്നുള്ളതൊക്കെ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊഫൈൽ ഒരു ഇട്ടേക്കുന്നത്? എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഫ്യൂച്ചർ ഫിലിമിൽ അയ്യോ അതെന്തായിരുന്നു, ഞാനും മറന്നു കേട്ടോ. ഞാൻ നോക്കട്ടെ ഞാൻ വിക്കിപീഡിയ അന്വേഷിച്ചപ്പോ കണ്ടേ ഉമറൽ ദ മെൻ ഹൂ സ്റ്റെയർ അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ് എന്നൊക്കെയാണ്. ഫ്യൂച്ചർ ഉമറൽ. ഫ്യൂച്ചർ ഉമറൽ എന്ന് പറയുന്നത് ഈ അത് ഞാൻ എപ്പോഴെങ്കിലും ഭാവിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ ഇതായിരിക്കും എന്നുള്ളത് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു സാധനമാണ് ഫ്യൂച്ചർ ഉമറൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയിട്ട് ഈ JCB ഒക്കെ വർക്ക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള, അങ്ങനെയൊക്കെ നോക്കി നിൽക്കും. അത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആണുങ്ങള് ഈ നമ്മുടെ ആണുങ്ങൾ എന്നുള്ള സംഭവം കുറച്ച് ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. JCB ഒക്കെ പണിയെടുക്കുമ്പോൾ നമ്മൾ പോയി ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല രസമാണ് JCB ഇങ്ങനെ കുഴിയെടുക്കുന്നതോ അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്നതും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടക്കുന്നതൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് എന്നെ പോലെ കുറെ പേരുണ്ട് അങ്ങനെ. അപ്പൊ കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു 10-60 വയസ്സ്, ഒരു 70 വയസ്സ് സിനിമയൊക്കെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയി നിൽക്കുമ്പോൾ, നമ്മളൊരു വെക്കേഷനൊക്കെ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കും എനിക്ക് ആഗ്രഹം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അത് അപ്പുറത്ത് JCB പണിയെടുക്കുന്നത്, മണ്ണ് മാന്തി ടിപ്പറിലിടുന്ന ടിപ്പർ മണ്ണടിക്കുന്നത് കാണാനും അതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഓക്കെ. ഞാനിങ്ങനെ ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയ ഒരു വാക്ക് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലിറ്റിൽ മാൻ. എല്ലാം ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കണ്ടു നിൽക്കുന്ന ഒരു ഇത് എനിക്കിപ്പം മനസ്സിലാക്കിയ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വെബ് സീരീസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ മക്കളെ ഓടിച്ചു വിട്ടിട്ട് നോക്കുമ്പോൾ എന്ത് ചോദിക്കുക, എയറോപ്ലെയിൻ എന്നിട്ട് അച്ഛൻ മക്കളെ ഓടിച്ചു വിട്ടിട്ട് പറയുന്നത് എയറോപ്ലെയിൻ. ആ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് ഓടിയത്. നമുക്ക് എല്ലാവർക്കും എത്ര വളർന്നാലും നമ്മൾ പ്ലെയിൻ പോകുമ്പോൾ മേളിൽ നോക്കും, ഹെലികോപ്റ്റർ എന്തായാലും നോക്കിയിരിക്കും നമ്മള്. സത്യം. അപ്പൊ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാറ്, വണ്ടികൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഈ വലിയ JCBയും അതിന്റെ മേളിൽ വലിയ ടിപ്പറൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതൊക്കെ നോക്കി അതാണ് സംഭവം. ഓക്കെ. അങ്ങനെ സിനിമേനെയും ഒരു ലിറ്റിൽ മാൻ എന്ന പോലെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആനന്ദ് മന്മഥൻ. അപ്പൊ എന്തായാലും ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചേട്ടന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ ചോദ്യങ്ങളൊന്നും കഴിയുന്നില്ല, അതൊരു കൺക്ലൂഷൻ ആയിരുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ആനന്ദ് മന്മഥൻ. ആ അഭിനേതാവിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഞാനിങ്ങനെ ആനന്ദ് മന്മഥൻ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ, അല്ലെങ്കിൽ പറയുമ്പോൾ ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ് അമ്പലമുക്ക് ഗാങ് എന്ന് പറഞ്ഞത്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട്, ഈ അമ്പലമുക്ക് ഗാങ്ങിനെ പറ്റിയിട്ട് ഒന്ന് പറയാവോ?
അമ്പലമുക്ക് ഗ്യാങ് അങ്ങനെ നമ്മളത് ചുമ്മാ നമ്മളെ തന്നെ വിളിക്കുന്നത് അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഗ്യാങ് ആയിട്ടൊന്നല്ല. നമ്മളൊരു കണ്ണൻ നായർ എന്ന് പറഞ്ഞ ആക്ടറുണ്ട് ട്രിവാൻഡ്രത്ത്, ഇപ്പൊ മുറയിലൊക്കെ അഭിനയിച്ച മുറ സിനിമ ഉണ്ടോ, മുറയിലെ സുനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് സുരാജേട്ടന്റെ കൂടെ ഉള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നതാണ് കണ്ണൻ ചേട്ടൻ. അപ്പൊ കണ്ണൻ ചേട്ടന് 2004 ചോക്ലേറ്റ് ആണ് പുള്ളി ചെയ്ത ആദ്യത്തെ പടം. അപ്പൊ അത് തൊട്ട് പുള്ളി ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നാടകമാണ് പുള്ളിയുടെ ബേസ്. കനൽ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു നാടക സംഘമുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഭാഗമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ബ്രദർഹുഡിലാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവിടെ നിന്നുണ്ടായ സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ. ഞാനിവിടെ കോറേറ്റ് ചെയ്ത സിനിമയാണ്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാരാണത്. അപ്പൊ നമ്മളൊരു സിനിമ എഴുതി അത് സിനിമയാക്കാൻ പറ്റുമെന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നമ്മളൊരു സിനിമ ഉണ്ടാക്കി, നല്ലൊരു സിനിമ ഉണ്ടാക്കി തിയേറ്ററിലേക്ക് എത്തിച്ചു. അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിൽ അങ്ങനെ വലിയ ആളൊന്നും കയറില്ല, പക്ഷെ നല്ല റിവ്യൂസ് വന്നു. എല്ലായിടത്തുനിന്നും ഭയങ്കര റിവ്യൂസ് വന്നു. അപ്പൊ ഇനി അത് ഈ പറയുന്ന പോലെ OTT വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അമ്പലമുക്ക് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത്, സ്വപ്നം കാണുന്നത്, കഴിക്കുന്നത്. നമ്മൾ സിനിമയ്ക്ക് പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അത് ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളിപ്പം ഇത്രയും 2017 തൊട്ട് ഏകദേശം 18 തൊട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. എല്ലാവരും ഈ പറയുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ചുണ്ട്. ആ വീട് കണ്ണൻ ചേട്ടൻ എടുത്തിട്ട വീട്ടില് നമ്മളെല്ലാരും രാവിലെ വരും. നമ്മളെ ഓഫീസാണ്. നമ്മൾ രാവിലെ വരും, വൈകുന്നേരം പോകും. ഇതാണ് നമ്മളെ പരിപാടി. വീട്ടിലാണ് പരിപാടി. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലമുക്ക് എന്ന് പറയുന്നത്. അപ്പോ അതാണ് നമുക്കൊരു ആശ്രയം, നമുക്കൊരു തണൽ. ഇതൊക്കെയാണ് അമ്പലമുക്ക്. അമ്പലമുക്കിലല്ല നമ്മളിപ്പം താമസിക്കുന്നത്. നമ്മളിപ്പോ ശാസ്തമംഗലം എന്ന സ്ഥലത്താണ്. പക്ഷെ അമ്പലമുക്ക് ഗ്യാങ് എന്നുള്ള അമ്പലമുക്ക് വീട് എന്നുള്ള സ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെ അല്ലേ? സെക്കൻഡ് ഹോം പോലെ തന്നെയാണ്. ഓക്കെ. എന്തായാലും അവിടെയും ഇങ്ങനെ ഒരുപാട് ക്രിട്ടിസൈസും അല്ലെ, നമുക്ക് വിമർശനം കിട്ടുന്നതൊക്കെ ഇവിടെ നിൽക്കുന്നതാണല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടുന്നത് അവിടെ നിന്നാണ്. അവർ മൂത്തൊക്കെ ഉള്ളതുപോലെ പറയും, ഇവിടെ ഇതാണ്, ഇത് കൊള്ളൂല, നീ ചെയ്ത് കിട്ടത്തില്ല എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് പറയും. അവിടെ നിന്ന് അപ്രീസിയേഷൻ കിട്ടാനാണ് പാട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് എപ്പോഴും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനെ അമ്പലമുക്ക് ഗ്യാങ്ങിന്റെ വിശേഷങ്ങൾ, അവരെങ്ങനെയാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതും സിനിമ എങ്ങനെയാണ് അവർ ഉയരായി കാണുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ഇതുപോലെ പല പല വിശേഷങ്ങളുണ്ട്, സിനിമാ വിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ നമ്മളിപ്പം പാട്ടിടുമല്ലോ അല്ലേ, നമുക്ക് സ്ഥാനാർത്ഥി ശ്രീകുട്ടിൽ ഒരു പാട്ടിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിടാം. സ്ഥാനാർത്ഥി ശ്രീകുട്ടിൽ ഏതെങ്കിലും നല്ലൊരു പാട്ട് എല്ലാവർക്കും വേണ്ടി. കാരണം ആ പാട്ടുകൾ ഭയങ്കര അണ്ടർ അപ്രീഷിയേറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെയും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ടിട്ടാൽ നല്ലതായിരിക്കും തോന്നുന്നു. നമ്മൾ ആക്ച്വലി നമുക്ക് ഫ്രഷ് ലൈൻസ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് പുതിയ സിനിമയിലെ പുതിയ പാട്ടുകളാണ് ഇടുന്നത്. അപ്പൊ ഞാനാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഇടുന്നതാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയിലെ ഓരോ പാട്ടുകളും നമ്മൾ റേഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചേട്ടന്റെ അമ്പലമുക്ക് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയിലെ ഒരു ലേറ്റസ്റ്റ് സോങ് തന്നെ നമ്മൾ വെക്കുന്നതായിരിക്കും. കൺസൂജി തുമ്പാൽ എന്ന പാട്ട് നമ്മളിപ്പോ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും പാട്ട് വരുന്നുണ്ട്. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് ജോ ആനന്ദ്, നമ്മുടെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആനന്ദ് മന്മഥൻ. കേൾക്കാം വിശേഷങ്ങൾ SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആനന്ദ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആനന്ദ് മന്മഥൻ. അദ്ദേഹത്തിന്റെ അഭിനയ വിശേഷങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷങ്ങള്, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, സിനിമയെ എന്തുമാത്രമാണ് അദ്ദേഹം സ്നേഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആനന്ദ് മന്മഥനെ കുറിച്ച് നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ. ഒരു ആളെ ഇന്റർവ്യൂ ചെയ്യുമ്പം മറ്റുള്ള ആളുകൾക്ക് ഇങ്ങേരോടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം ഒക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ചില ട്രിവ്യൻസിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. തിരുവനന്തപുരം ഭാഷയെ വളരെ വൃത്തിയായി സിനിമയിൽ കാണിക്കുന്ന ഒരു നടൻ ആനന്ദ് മന്മഥൻ ആണ് എന്നുള്ളത് ചില ട്രിവ്യൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ശ്രമിക്കാറുണ്ടോ ചേട്ടൻ? ഇല്ല, അതങ്ങനെ പറഞ്ഞു കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ നാടിന്റെ ഭാഷ പലപ്പോഴും ട്രിവാൻഡ്രം ഭാഷ വേറൊരു രീതിയിൽ സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. പലരുടെയും വിചാരം ട്രിവാൻഡ്രത്ത് എന്തരടേ എന്നൊക്കെ ഉള്ള സാധനങ്ങളാണ് സംസാരിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. നമുക്ക് പല ഏരിയയിലും പല രീതിയിലുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും പലയിടത്തും പോകുമ്പോൾ. നമുക്ക് ട്രിവാൻഡ്രത്തിന്റെ തന്നെ ഒരു സ്ഥലത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല മറുഭാഗത്ത് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ജനറലി നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാരാണ്, ഈ പറയുന്നത് ട്രിവാൻഡ്രം സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവിടെ സംസാരിക്കുന്ന വേറൊരു തരം ലാംഗ്വേജ് ആണ്.
അപ്പൊ അത് നമുക്ക് നന്നായിട്ട് വഴങ്ങും. നമ്മള് ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അപ്പൊ അവിടെ തിരുവനന്തപുരത്തിന്റെ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് വഴങ്ങും. അപ്പൊ അതായിരിക്കാം ചിലപ്പോ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ട്രിവ്യൻസിന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അതോടൊപ്പം തന്നെ കൂട്ടി ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അഭിനയിച്ച ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നമ്മളെന്നും ഓർത്തു നിൽക്കുന്ന ചില കഥാപാത്രങ്ങളിലെ മിക്കതും തിരുവനന്തപുരം ജില്ലയുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളുണ്ട്. ഇപ്പം നമ്മുടെ സാജൻ ബേക്കറി നോക്കുവാണെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാരനായിട്ടാണ്, ജയ് ഹേല് കൊല്ലംകാരനായിട്ടാണ്, അതിൻ്റെ ലേറ്റസ്റ്റ് പൊന്മാനിലും കൊല്ലംകാരനായിട്ടാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്ലാങ് പിടിക്കാനായിട്ട് എന്തെങ്കിലും പരിശ്രമമോ, അതോ നമ്മളിങ്ങനെ സിനിമ അഭിനേതാക്കളൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവരുടെ കൂടെ നിന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ, അതോ സുഹൃത്തുക്കളിൽ നിന്ന് പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് വശപ്പെട്ടതാണോ ആ ഒരു ലാംഗ്വേജ് സ്ലാങ്ങിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഞാൻ ആകെ പിടിച്ചിട്ടുള്ളത് കൊല്ലത്തും ഈ പറഞ്ഞ റാന്നി സാധനമാണ്. പിന്നെ ഒരു സിനിമയിൽ അത് പുറത്തു വന്നിട്ടില്ല, അവിടെ ഒരു തൃശ്ശൂർ സ്ലാങ്ങും പിടിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നന്നായിരുന്നു എനിക്ക് അറിയില്ല കേട്ടോ. ഈ കൊല്ലം സ്ലാങ് നമുക്ക് പിടിക്കാൻ വലിയ പാടില്ല സത്യം പറഞ്ഞാൽ. ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ട്രിവാൻഡ്രം സ്ലാങ്ങിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ കൊല്ലം സ്ലാങ് കുറച്ച് സാധനങ്ങളൊക്കെ പിടിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഈ റാന്നിയിലൊക്കെ പത്തനംതിട്ടയുടെ ഒരു സാധനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് ഭയങ്കര. അപ്പൊ അത് എന്നെ എന്റെ ഡയറക്ടർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറിയ രീതിയിലൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും ശ്രമിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട് എപ്പോഴും. പിന്നെ അല്ലാത്ത സിനിമകളിലൊക്കെ ചെറിയൊരു ന്യൂട്രൽ പരിപാടി. ഇപ്പൊ പത്മിനിയിലായാലും എന്റെ അടുത്ത് പറഞ്ഞത് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിച്ചാൽ മതി, ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരാളായിട്ടാണ് എന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്നത്, അതുകൊണ്ട് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ട്രിവാൻഡ്രം സ്ലാങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞ പത്മിനിയിലായാൽ പോലും അത് ട്രിവാൻഡ്രം ആയിരുന്നോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ പ്രോപ്പർ ട്രിവാൻഡ്രത്ത് പലതും സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, അതാണ് എന്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, നമ്മൾ സത്യം പറഞ്ഞാല് ട്രിവാൻഡ്രം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് ശീലിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങളിലൂടെ അല്ലെ ചില കോമഡി കഥാപാത്രങ്ങളിലൂടെ ഒക്കെ എന്തൊരു ആ സാധനമൊക്കെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഇതായിരുന്നു തിരുവനന്തപുരം, ഇതല്ല ഞങ്ങൾ അറിയുന്ന തിരുവനന്തപുരം സ്ലാങ് ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ കുറെ ട്രിവിയൻസ് അഭിമാനത്തോടുകൂടെ പറയുന്നു ഇതാണ് ഞങ്ങളുടെ സ്ലാങ് എന്ന് പറയുന്ന. അത് കുറച്ച് പേര്, അത് ആരാണെന്നുള്ളത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ആനന്ദ് മന്മഥൻ എന്ന അഭിനേതാവിന്റെ ആക്ടറിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടില്. അപ്പൊ എന്തായാലും ഇനിയും വിശേഷങ്ങൾ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM സിനിമാ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറഞ്ഞത് ആക്ടർ ആനന്ദ് മന്മഥനാണ്. ചേട്ടന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മന്മു എന്ന സ്നേഹത്തോടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന ആനന്ദ് മന്മഥൻ, ആനന്ദേട്ടൻ്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചേട്ടനെ ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റാ റീൽസ് ചേട്ടനെ കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് ഓരോന്നും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ഇപ്പം സിനിമയിൽ അഭിനയിക്കുമ്പം വേറെ മാറി ഒരു കിക്കായിരിക്കും ഒരു പക്ഷേ, ഇൻസ്റ്റാ റീൽ അയക്കുമ്പോൾ നമ്മുടെ ഒരു ആശയം കൺവേ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പം മറ്റൊരു രീതിയായിരിക്കും. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മൂന്നും ചെയ്യുമ്പോൾ ഒരു ഉണ്ടാവുന്ന ഒരു കിക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫീൽ എന്താണ്? ഞാൻ ആക്ച്വലി എനിക്ക് സിനിമയിലോട്ടുള്ള വഴി തുറന്നു കിട്ടിയത് ഞാൻ 2014-ലും 2015-ലും ഒക്കെ നമ്മൾ ഓഡീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓഡീഷനിലൊന്നും നടക്കുന്നില്ല എന്ന് വെച്ചപ്പോൾ നമ്മളെ ടാലന്റ് എങ്ങനെ ഷോക്കേസ് ചെയ്യാമെന്നുള്ളൊരു ഒരു ആശയത്തിൽ നിന്നാണ് 2014-15 സമയത്തൊക്കെ. അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല, ടിക്ടോക്കും ഇല്ല, അപ്പൊ ഫേസ്ബുക്കും യൂട്യൂബും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ഫോൺ എടുത്തു വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഞാൻ മോണായിട്ടൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അത് ആ മോഡലിൽ ഒരു കഥ, ഒരു ക്യാരക്ടർ സ്റ്റഡി പോലത്തെ ഒരു കഥയല്ല, ക്യാരക്ടർ സ്റ്റഡി പോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പല സാധനങ്ങളും ചെയ്യുമായിരുന്നു സ്വന്തമായിട്ട്. അല്ലാതെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ട്രങ്കൻ മലയാളി എന്ന് പറയുന്നൊരു. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ ഉദ്ദേശിച്ചായിരുന്നു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഷോക്കേസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് എന്നിട്ട് നമ്മളത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം അത് അങ്ങനെ റീച്ച് അങ്ങൊന്നും ചെയ്യപ്പെടില്ല. ഇപ്പൊ ഫേസ്ബുക്കിലിട്ടാലും ഈ പറയുന്ന പോലെ യൂട്യൂബിലിട്ടാലും കുറച്ച് പേരൊക്കെ കാണുള്ളൂ അതൊക്കെ. പക്ഷെ അങ്ങനെ ഇട്ടൊരു വീഡിയോ കണ്ടിട്ടാണ് എന്നെ 2016 വൈ എന്നുള്ള സിനിമയിലേക്ക് സുല്ലിക്ക വിളിക്കുന്നത്. അപ്പൊ എന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, നമ്മൾ എവിടെയെങ്കിലും കാണുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് എളുപ്പമാണ്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു റീൽ അടിക്കും.
ഏതെങ്കിലും റീൽ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോട്ട് ചെയ്യും. പിന്നെ അതിനപ്പുറത്തേക്ക് അയാൾക്കും മനസ്സിലാവും ഇതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനപ്പുറത്തേക്ക് കൊടുക്കാം. അയാളുടെ പല രീതിയിലുള്ള സാധനങ്ങൾ ഒരു ആക്ടറിനെ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം റീൽ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ആക്ടറിന്റെ ടാലന്റ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം റീൽ. ഞാൻ അധികം ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു. ഈ പറഞ്ഞ ടിക്ടോക്കും ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തുള്ള പല ആക്ടേഴ്സും ഇപ്പം ഇൻസ്റ്റാഗ്രാം ഈ സോഷ്യൽ മീഡിയ എന്ന് വന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്ന പലരും ഇപ്പൊ സിനിമയിലുണ്ട്. ഇപ്പം വാഴ എടുത്താലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഭയങ്കര കഴിവുള്ളവർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ കുറെ കാലം കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് തോന്നും, ഈശ്വരാ ഇത് ഇവര് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടായിട്ട് തോന്നും. പക്ഷെ എങ്കിലും അത് അവരവരുടെ രീതിയിലാണ് വരുന്നത്. അവര് ഷോക്കേസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അതില് ഭയങ്കരമായിട്ട് നല്ല കഴിവുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഒരു വൺ ടൈം ഹിറ്റ് അല്ലാതെ പിന്നെയും അവര് നമ്മളെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളവര് വീണ്ടും നിൽക്കും, അല്ലാത്തവർ ചിലപ്പോൾ പോവും. അപ്പൊ അവിടെയാണ് ആ പ്രോസസ്സിന് ഒരു മാറ്റം ഉണ്ടാവുന്നത്. ഇപ്പൊ ഓൺ ടൈം ആയിട്ട് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ഓൺ ടൈം ആയിട്ട് കൊണ്ടുവരാം. അവർക്ക് വീണ്ടും ക്യാരക്ടേഴ്സ് കിട്ടി ഇപ്പൊ റീൽസിലുള്ള പോലെ അല്ലാതെ വേറൊരു തരം ക്യാരക്ടേഴ്സ് അവർക്ക് കൊടുത്ത് അവർ അതിലും വിജയിക്കുകയാണെങ്കിൽ അവരവിടെ നിലനിൽക്കും. അല്ലാത്തവർ ചിലപ്പോൾ നിലനിൽക്കാൻ വരില്ല. അപ്പൊ അതാണ് അതിന്റെ പ്രോസസ്സ്. അപ്പൊ എനിക്ക് ഈ ബാക്കി ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അതിനെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കണ്ടത്. എന്റെ ആക്ടിങ്ങിനെ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ അതിനെ മെച്ചപ്പെടുത്താം. കാരണം നമുക്ക് സിനിമയിൽ ഒരു ചാൻസേ കിട്ടുള്ളൂ. ഷോർട്ട് ഫിലിംസും സാധനങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണുമ്പോൾ ഇവിടെ ശരിയായില്ലേ, ഇവിടെ കുറച്ചും കൂടെ ശരിയാക്കായിരുന്നല്ലേ, അപ്പൊ ഇതിനെ ഇങ്ങനെ ചെയ്യാല്ലേ എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ് ഇങ്ങനെ വരും. അപ്പൊ അത് എനിക്ക് ഞാൻ അതിനെയൊക്കെ ഒരു പഠനം എഴുതിയിട്ടാണ് കണ്ടത്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടിയിട്ട് പഠനം എഴുതിയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതാണ് എന്റെ പ്രോസസ്സിന്റെ അകത്ത് പോയത്. അടിപൊളി. അപ്പം ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധമാണ്. പക്ഷെ അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട പോലെ നല്ല രീതിയിൽ നമ്മുടെ ആഗ്രഹം കൂടെ ഒക്കെ അതിനകത്ത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അഭിനയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സിനിമയെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു സ്റ്റെപ്പായിട്ട് പടികളായിട്ട് അത് എടുക്കാം എന്ന് അനുഭവത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിസിബിലിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഇതിന്റെ അകത്ത് വേണ്ടത്. നമുക്കിപ്പോ ഓഡീഷന് പോകുന്നതിനേക്കാളും ഒക്കെ വിസിബിലിറ്റി ഒരു റീല് റീച്ച് ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും. അയാളെ കാണുമ്പോ ആ ഡയറക്ടേഴ്സ് അടക്കം എല്ലാവരും റീൽസ് ഇൻസ്റ്റാഗ്രാമിലുള്ളവർ തന്നെയാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് ഇൻസ്റ്റാഗ്രാമിലുള്ള ആളല്ലേ എന്ന് മനസ്സിലാവും. അപ്പൊ ആ വിസിബിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യെസ്. അപ്പം എന്തായാലും ഈ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെയുള്ള വാക്കുകളാണ് നമ്മളിപ്പോൾ ആനന്ദേട്ടനിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആക്ടർ ആനന്ദ് മന്മഥൻ. ആനന്ദേട്ടൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അദ്ദേഹം വന്ന വഴികൾ, അദ്ദേഹം സിനിമയെ സ്നേഹിക്കുന്ന രീതി, അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിനെ മിനുക്കുന്ന രീതികളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആനന്ദേട്ടാ, ഇനിയിപ്പം ഞാൻ കുറച്ച് ആക്ടേഴ്സിൻ്റെ പേര് പറയാം. ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ. അപ്പം ഇവരുടെ പേര് പറയുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ബേസിൽ ജോസഫ്. ബേസില് ഈ പറയുന്ന പോലെ ബേസിൽ കാരണമാണ് ഞാൻ ഇപ്പോ ഇതിന്റെ അകത്ത് പൊന്മാന്റെ അകത്ത് വരാൻ ഒരു മേജർ റീസൺ ബേസിൽ ജോസഫ് ആണ്. ബ്രോ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ പടം ഈ ജയ്ഹേ മുതൽ എങ്ങനെയായിരുന്നോ പുള്ളി, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്യും, നമ്മളെ പരിഗണിക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ല മനുഷ്യനും കൂടെയാണ്. അപ്പൊ നല്ലൊരു ക്വാർട്ടർ. നിങ്ങൾ പൊന്മാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ലോഡ്ജിൽ ആ സീന മോട്ടിവേഷൻ തരുന്ന ഞാനത് ഡയറക്ട്ലി ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി നടത്തിയ ആ പ്രോസസ്സ്, എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ള ഒരു പ്രോസസ്സ് ഒക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറും കൂടെയാണ്. ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ആ ബ്രില്യൻസ്, ആ ഡയറക്ടറിലുള്ള ബ്രില്യൻസ് കൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടറിലോട്ട് പുള്ളി വരുമ്പോഴും അജേഷായിട്ട് വന്നപ്പോഴും കഥ ആ നോവൽ വായിച്ചപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പുള്ളിക്ക് അറിയായിരുന്നു, കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. അത് പുള്ളി ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു സാധനം, ആ പ്രോസസ്സിലൂടെ പോകുന്നത് ഭയങ്കര രസമായിരുന്നു. അത് കണ്ടു നിന്ന് ഞാൻ നോക്കി ഇന്ന് പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞ. അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം അടുത്ത ആക്ടറിലേക്ക് പോയാലോ.
കുഞ്ചാക്കോ ബോബൻ. ചാക്കോച്ചൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ആദ്യമായിട്ട് ചാക്കോച്ചനെ കാണുന്നത് നമ്മളെ ഈ പറയുന്ന പോലെ പത്മിനിയിലാണ്. പത്മിനിയില് നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് എന്നുള്ള പാലക്കാട് കൊല്ലങ്കോടിൽ ചെറിയൊരു വഴി കൂടെ പോകണം. എനിക്ക് ആകെ പേടിയാണ് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് ചാക്കോച്ചനോട് കാർ അപ്പൊ തെളിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞ. അതും വലിയ ഇന്നോവയാണ് ആദ്യമായിട്ട് തീർന്നത്. ഇന്നോവ ഞാൻ ഓടിച്ചിട്ടുമില്ല. ഞാനിങ്ങനെ കയറിയിട്ട് പുള്ളിയുടെ അടുത്ത് ചാക്കോച്ച ടെൻഷൻ ഉണ്ട്. അപ്പം പറഞ്ഞ പുള്ളി ആദ്യം ചോദിച്ചാൽ എന്താ വണ്ടി ഓടിക്കാറിനൂടെ എന്നാണ്. ഞാൻ പറഞ്ഞ ഞാൻ അപ്പൊ അത് മറച്ചു വെച്ചു. പറഞ്ഞ അതല്ല ചാക്കനോട് അഭിനയിക്കാനുള്ള ടെൻഷൻ. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ചെയ്യും. സത്യം പറഞ്ഞ വണ്ടി ഓടിക്കാറിനൂടാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പറഞ്ഞില്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി ഭയങ്കര സ്വീറ്റ് ആണ് നമ്മുടെ അടുത്ത്. എനിക്ക് ഞാനും പുള്ളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസിൽ എനിക്കാണ് ഡയലോഗ്സ് കൂടുതൽ സത്യം. ആ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിക്കൊന്ന് ചേട്ടൻ അത് എസ്പെഷ്യലി അത് റീൽ ഇട്ടുകയും ചെയ്തു, ചാക്കോച്ചനുള്ള ഒരു സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ ചാക്കോച്ചന്റെ ഡാൻസ് കണ്ടിട്ടല്ലേ ഡാൻസ് ഒക്കെ കാണുന്നത്. ഏറ്റവും നന്നായിട്ട് മലയാള സിനിമ ഡാൻസ് അല്ലെങ്കിൽ ചാക്കോച്ചനല്ലേ. ആ ചാക്കോച്ചന്റെ കൂടെ ഒരു ഡാൻസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെന്ത് വേണം. അത് നമുക്കൊക്കെ വേറെന്ത് വേണം. ഞാൻ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ ചാക്കോച്ചൻ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും. ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൂടെ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സീൻസിലൊക്കെ ഡയലോഗ് കൂടുതലുള്ളത് എനിക്കാണ്. അത് ഭയങ്കര രസത്തിൽ അത് കേട്ടിരിക്കും. ചില സാധനങ്ങളൊക്കെ അത് കൊള്ളായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര രസമുള്ള മനുഷ്യനായിരുന്നു. ഭയങ്കര സ്വീറ്റ് ആണ്. ബേസിൽ ജോസഫ് അടിപൊളിയാണ്, ചാക്കോച്ചൻ സ്വീറ്റ് ആണ്. ഇനി അടുത്ത ആള് എന്താണെന്നുള്ളത് പറയാനായിട്ട് റെഡി ആയിട്ടിരുന്നു. ഇനിയും കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ SK ഹോട്ട്സ്പോട്ടിൽ ആനന്ദേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇനി കുറച്ച് പാട്ടുകളാവാം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആക്ടർ ആനന്ദ് മന്മഥൻ. ആനന്ദേട്ടന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അദ്ദേഹം വന്ന വഴികൾ, അദ്ദേഹം സിനിമയെ സ്നേഹിക്കുന്ന രീതി, അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിനെ മിനുക്കുന്ന രീതികളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ അജു വർഗീസ്. അയ്യോ, അജുവേട്ടനെ പറ്റി പറഞ്ഞ അജുവേട്ടനാണ് നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ ഉണ്ടാവാൻ കാരണം അജുവേട്ടനാണ്. പലപ്പോഴും നമ്മളെ ഈ ടീമിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ ആയാലും നമ്മളെ കോറൈറ്റർ മുരളീകൃഷ്ണനെ ആയാലും ദിനേശിനെ ആയാലും കലേഷിനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. നമ്മളെ സിനിമ ചെയ്യണം നന്നായിട്ട്. നമ്മളെ ടീമിനെ പറ്റി പലയിടത്തും പറയാറുണ്ട് പുള്ളി അതിനെ പറ്റി. സ്ഥാനാർത്ഥി കൂടെ നടക്കാൻ തന്നെ വലിയൊരു കാരണം അജുവേട്ടനാണ്. എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് പുള്ളിയോട് ചെയ്യാൻ ഉള്ള ഏറ്റവും വലിയൊരു സംഭവം നമുക്ക് നല്ലൊരു റോള് പുള്ളിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടലിന് നമുക്ക് നല്ലൊരു റോള് പുള്ളിക്ക് ചെയ്യാൻ കൊടുക്കാൻ കഴിഞ്ഞു. എന്റെ മനസ്സിൽ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സ്ഥാനാർത്ഥി ശ്രീകുട്ടലാണ് ഉണ്ടായിട്ടുള്ളതാണ് എന്റെ ഒരു വിചാരം. അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. തിരിച്ച് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റമാണ് സത്യം പറഞ്ഞ അജുവേട്ടൻ. ഓക്കെ, സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ വിപിൻ ദാസ്. അയ്യോ, വിപിൻ ചേട്ടനാണ് എനിക്ക് ലൈഫ് എന്ന വ്യക്തി. ഒരു സെക്കൻഡ് ലൈഫ് എന്ന വ്യക്തി ബിപിൻ ചേട്ടനാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു 2016 മുതൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നിട്ടും എന്റെ മുഖം ഒന്ന് രജിസ്റ്റർ ആവാനും ആൾക്കാർ തിരിച്ചറിയാനും തുടങ്ങിയത് ജയഹ കഴിഞ്ഞിട്ടാണ്, 2020. അപ്പൊ അതിന് കാരണക്കാരൻ ബിപിൻ ചേട്ടനാണ്. ബിപിൻ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. നമ്മൾ ഒരുപാട് അല്ലാതെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പരസ്യമൊക്കെ ചെറിയ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിപിൻ ചേട്ടൻ നമ്മളൊരു ദിവസം ഇങ്ങനെ വിളിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു റോളുണ്ട്, വാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇതായി ജയഹയാണ്, ഇങ്ങനെയുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞൂടാ. ഈ കഥ കേട്ടപ്പോ കൊള്ളാം. അപ്പൊ ഞാൻ കഥ കേട്ടപ്പോ ആദ്യം പറഞ്ഞു, ചേട്ടാ ഇത് അടിക്കുകയാണെങ്കിൽ ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ അടിക്കുമെന്ന് എനിക്ക് അപ്പൊ എന്തോ ഒരു ഇൻഡ്യൂഷൻ തോന്നി. ഞാൻ പറഞ്ഞാണ് എന്റെ കോറൈറ്റർ ആയിട്ടുള്ള നാഷയെ എടുത്തത് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് അതേപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഞങ്ങളുടെ പാർട്ടൊക്കെ എന്നെ വിളിച്ചു. ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു സെക്കൻഡ് ലൈഫ് എന്നൊരു മനുഷ്യനാണ്. ഭയങ്കര കൂളാണ്. എല്ലായിടത്തും ഭയങ്കര നല്ല ജെന്യൂൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലായിടത്തും നല്ല ഇടപെടുന്നത്. തരംതിരിവൊന്നുമില്ല. എല്ലായിടത്തും ഒരേപോലെയാണ് സംസാരിക്കുന്നത്.
പുള്ളി സെറ്റ് കൊണ്ടുപോകുന്നത് കാണാൻ നല്ല രസമാണ്. ഭയങ്കര കൂൾ ഡയറക്ടറാണ്, ഭയങ്കര രസം. പുള്ളിക്ക് വേണ്ടത് എന്താണെന്ന് പുള്ളി കൃത്യമായിട്ട് അറിയാം. അത് ആരുടെ മുന്നിൽ പറയാനും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. പുള്ളിക്ക് എന്താണ് എടുക്കാനും അറിയാം. ഇപ്പൊ രാജേട്ടനെയൊക്കെ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ, ഒരു ഡയറക്ടറിനെ ഡയറക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. അപ്പൊ അത് പുള്ളി ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് ഭയങ്കര കഴിവാണ്, ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഓക്കെ, നൈസ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറെ ആക്ടേഴ്സിന് ചേട്ടന് ഓരോ വേർഡ്സും തന്നായിരുന്നേ. വിപിൻ ദാസ് ഒരു ജെനുവിൻ, അതുപോലെ തന്നെ കൂൾ ആയിട്ടുള്ള ആള്, ചാക്കോച്ചൻ സ്വീറ്റ് ആയിട്ടുള്ള ആള്, ബേസിൽ ജോസഫ് അടിപൊളി, അജു വർഗീസ് എന്താ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാള്. ഇപ്പം ആനന്ദേട്ടൻ തന്നെ ഇങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എന്നായിരിക്കും പറയുന്നത്? ഞാൻ അങ്ങനെ എന്നെ ലേബൽ ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, ഇപ്പം ചുമ്മാ നമ്മൾ തന്നെ പറയത്തില്ല ഞാൻ ഭയങ്കര ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റഫാടാ എന്നൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ പറയത്തില്ലേ, അതുപോലെ ഞാൻ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് എനിക്ക് ആണ് സത്യം. എനിക്കറിയാലോ എന്നെ. ബാക്കി ഞാൻ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പേഴ്സൺ, ഭയങ്കര ഈ പറയുന്ന പോലെ കുറച്ച് ഇൻട്രോവേർട്ട് ഒന്നും അല്ല ഞാൻ, ഒരു ആംബിവേർട്ട് എന്നൊക്കെ പറയാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ കുറച്ച് അത്ര ഫൺ അല്ല ഞാൻ, അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പല കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാനും കൂടെ നിക്കണമല്ലോ എന്റെ കൂടെ, ഞാനും കൂടെ ഒന്ന് ഓണാക്കണമല്ലോ എന്നൊക്കെ തോന്നി. പറ്റുവാണെങ്കിൽ ഫേവറബിൾ സംഭവം വരികയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പറയാൻ എവിടെയെങ്കിലും പോയിരിക്കും പോകാനാണ് തോന്നുന്നത് എപ്പോഴും എനിക്ക്. ഈ ആംബിവേർട്ടിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവും, കാരണം ഞാനും എനിക്കും പലപ്പോഴും തോന്നിട്ടുണ്ട് ഞാനൊരു ആംബിവേർട്ട് ആണെന്നുള്ള കാര്യം. അതെ അതെ, നമുക്ക് ഏറ്റവും ജെല്ലായിട്ടുള്ള വ്യക്തികളടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിന്റെ ഇടയ്ക്ക് നമ്മളായി മാറും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അഭിനയിക്കേണ്ടി വരും പല ഘട്ടത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ ഞാനൊരു പലപ്പോഴും പറയാറുണ്ട് തന്തവ്യമാണല്ലോ നീ എന്ന് പലരും. അപ്പൊ ഞാൻ കുറച്ച് ബോറിംഗ് പേഴ്സൺ ആണ്, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതെ. ഓക്കെ, അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ അറിയാത്ത പക്ഷം എനിക്കിത് അംഗീകരിക്കാനും പറ്റുന്നില്ല. പക്ഷെ ചേട്ടനെ എങ്ങനെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നുമില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു പ്രോസസ് അല്ലേ, ഇപ്പൊ ഇന്റർവ്യൂ നൽകുന്നതിന്റെ ഒരു പ്രോസസ് ഇരിക്കുന്നോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോറിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേട്ടത്. സാധാരണ നമ്മൾ കേൾക്കുന്നത് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളതല്ല, ഞാൻ ബോറിംഗ് ആണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമ്മൾ മറ്റേ ടെസ്റ്റ് ഓ ഇങ്ങനെ ഇത്രയും മിണ്ടുമായിരുന്നോ എങ്ങനെയുള്ളൊരു ഫീല്. ഇനി എന്തായാലും നമ്മൾ നേരിട്ട് കാണാൻ ഒരു ഇത് ഉണ്ടാവട്ടെ. അപ്പൊ ഞാൻ നോക്കാം ചേട്ടൻ ബോറിംഗ് ആണല്ലോ എന്ന് ഞാൻ അപ്പൊ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആനന്ദ് മന്മഥൻ എന്ന ആക്ടറിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ SK ഹോട്ട്സ്പോട്ടിൽ ആനന്ദേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇനി കുറച്ച് പാട്ടുകളാവാം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ആനന്ദ് മന്മഥൻ. ആനന്ദേട്ടാ, ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചേട്ടൻ്റെ പല ഇൻ്റർവ്യൂസിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സിനിമാക്കാരൻ്റെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. സോ ചേട്ടൻ്റെ സ്ട്രഗിളിലേക്ക് പോവുകയാണെങ്കിൽ എന്തുമാത്രം ഒരു സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ആ സ്ട്രഗിളൊക്കെ അനുഭവിച്ച് സിനിമാ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ആഗ്രഹിച്ച ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഭയങ്കര ഹാപ്പിയാണോ, അതോ ഇനിയും എനിക്ക് ഇനിയും നന്നാക്കണം? എന്താണ് ചേട്ടനെ ഫീൽ ചെയ്യുന്നത്? എനിക്കെപ്പോഴും എന്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഇതുവരെയുള്ള ജീവിതമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര സ്ട്രഗിളൊക്കെ ഉണ്ട്. സ്ട്രഗിള് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന സാധനമാണ്. നമുക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സുഖം തരുന്ന കാര്യമാണ്. ബാക്കി എല്ലാവരും പല ഈ പറഞ്ഞ നമ്മൾ ജോലി, പഠിത്തം, ജോലി എന്നുള്ളതിൽ പോവാതെ അങ്ങനെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ചിലരുടെ ലക്ഷ്യം അതായിരിക്കും പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടി പോവാ. എന്റെ ലക്ഷ്യം ഇതായിരുന്നു. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുന്നുണ്ടെന്നുള്ള തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ലൈഫിൽ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സമയമാണ് എന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ്. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, ഓരോ സമയവും സ്ട്രഗ്ലിംഗ് ആണ്. സ്ട്രഗ്ലിന്റെ ഫേസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ തരത്തിലുള്ള സ്ട്രഗിൾസ് ആണ് ഇപ്പൊ അനുഭവിക്കുന്നതേ ഉള്ളൂ.
പക്ഷെ എപ്പോഴും ഭയങ്കര രസമുള്ള സംഭവം. നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. ഓക്കെ ഞാനേ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ സിനിമയ്ക്ക് വേണ്ടി ചേട്ടൻ കുറേ നാളുകളായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേട്ടനാണെങ്കിൽ ഒരുപാട് സിനിമാ വലയത്തിലുള്ള സുഹൃത്തുക്കളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് തന്നെ നമുക്കൊരു ചാൻസ് ചോദിക്കാനായിട്ട് ചെറിയൊരു മടി വരും എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ അവനോട് എങ്ങനെയാ ചാൻസ് ചോദിക്കുന്നേ എന്നുള്ള ഒരു സംഭവമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ അങ്ങനെ അത് ഒരു സുഹൃത്ത് ബന്ധം ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ ഈ അവസരം ചോദിക്കുന്നതിന്? എനിക്ക് പൊതുവേ ചാൻസ് ചോദിക്കാൻ മടിയുള്ള ഒരാളാണ്. ഈ ഫീൽഡിൽ നിൽക്കുന്നവര് പറ്റാത്തൊരു സാധനം, വേണ്ടാത്തൊരു സാധനമാണ് ചാൻസ് ചോദിക്കാൻ മടി എന്നുള്ള സാധനം. അത് വേണ്ട, എല്ലാവരും ചാൻസ് ചോദിക്കണം. അത് അതിന്റെ ഒരു സാധനമാണ്. ചാൻസ് ചോദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ എനിക്ക് എന്തോ ആൾക്കാരുടെ അടുത്ത് ചാൻസ് ചോദിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പോയിട്ട് അതും പ്രത്യേകിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒട്ടും ചോദിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇന്ന ആക്ടറാണ്, അപ്പൊ ഞാൻ ഇതാണ്, എനിക്കൊരു ചാൻസ് തരും, അല്ലെങ്കിൽ നീ ഇങ്ങനെ പടങ്ങളൊക്കെ വരുമ്പോ എന്നെ ആലോചിക്കാൻ പറ്റിയ കാസ്റ്റ് വരുമ്പോ ഇതൊക്കെയാണ് എന്റെ പ്രൊഫൈല്, ഞാൻ ഇന്ന സാധനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവരെ ടൈം അവരെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര, ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പിന്നോട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ആകപ്പാടെ ചാൻസ് ചോദിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത്, നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്ത് എന്തെങ്കിലും പരിപാടി വേണമെങ്കിൽ പറയണം, നമുക്ക് പറ്റിയ സാധനമാണെങ്കിൽ പറയണം എന്നുള്ള സാധനം ഞാൻ പറയാറുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്തെടുത്ത് അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ളവരടുത്ത് മാത്രമേ ഞാൻ അത് ചോദിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം അടുപ്പമുള്ളവരടുത്ത് എനിക്ക് ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ചോദിക്കും, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ, അടുത്ത എഴുത്ത് പരിപാടിയൊക്കെ വരുമ്പോ പറയണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ എന്നെയും ഓർക്കണമേ അല്ലേ? ഓർക്കണേ, അത് എന്നെയും കൂടെ ഓർക്കണേ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഓർമ്മയിൽ ചേട്ടൻ എന്നും നിലനിൽക്കുന്ന കുറെ കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചേട്ടൻ്റെ പുതിയ സിനിമ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സോ അത് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടർ ആനന്ദ് മന്മഥൻ എന്ന അഭിനേതാവിൻ്റെ സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആനന്ദേട്ടാ, ഇതുപോലെ ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ടുള്ള മറ്റ് സിനിമകൾ, വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇനി പറയാനുള്ളത് ആസിഫിക്കയിലൂടെ ചെയ്ത ആഭ്യന്തര കുറ്റവാളി എന്നുള്ളൊരു സിനിമ ഉടൻ റിലീസുണ്ട്. പിന്നെ ഇപ്പം ഈ പറയുന്ന ഫെബ്രുവരി 28 ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്, നീരജ് മാധവും അജു ഏട്ടനും ഗൗരിയും ആൻഡ് സലീമും ഞാനും കൂടെ ഒക്കെ ഉള്ള ഒരു വെബ് സീരീസ് ആണ്. അപ്പൊ അത് ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. പിന്നെ ഐസ് എന്നൊരു സീരീസ് സോണി ലിവില് വരുന്നുണ്ട്. നമ്മുടെ മനു അശോകൻ കണക്കാണയുടെ ഒക്കെ ഡയറക്ടർ, പുള്ളിയാണ് ഡയറക്ഷൻ്റെ. അപ്പൊ അങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ട്. പിന്നെ ഇത്തിരി നേരം എന്നൊരു സിനിമ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പ്രശാന്ത് വിജയ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഡയറക്ടറാണ്. ഫെസ്റ്റിവൽ സർക്കിളിലൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. അതില് നായകൻ റോഷൻ മാത്യു ആണ്, നായിക സെറിനാണ്, നമ്മൾ ആട്ടത്തിലൊക്കെ ഉള്ള സെറിൻ അതാണ്. അപ്പൊ അത് ഒരു 4 പേരുടെ കഥയാണ് സത്യം പറഞ്ഞത്. സെറിനും റോഷനും ആക്ടർ നന്ദു ചേട്ടനും ഞാനും ഒരു നൈറ്റ് കിടക്കുന്ന ഒരു കഥയാണ്. നമ്മൾ 4 പേരും കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു റോം പരിപാടിയാണ്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണത്. ഉടൻ തന്നെ അത് റിലീസാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പം വരാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ പ്രൊജക്ടിന് ഒരു ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ചേട്ടനെ പറ്റി സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ചേട്ടനെ കുറച്ച് പ്രൈവസിയിലേക്ക് ഒന്ന് കടന്നെടുക്കുകയാണെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അമ്മുമ്മ, ഇത്രയും പേരാണുള്ളത്. അച്ഛൻ ഒരു KFCയിലാണ് വർക്ക് ചെയ്തോണ്ട്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്തോണ്ട് റിട്ടയർ ആയി. അമ്മ ഹൗസ് വൈഫായിട്ട് ഹോം മേക്കറായിട്ട് നിൽപ്പുണ്ട്. അനിയൻ എഡിറ്ററാണ്. അവന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എഡിറ്ററാണ്. അരവിന്ദ് മന്മഥൻ എന്നാണ് പേര്. അവനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ സ്വന്തമായിട്ട് ചെയ്യാനുള്ള എഴുത്ത് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി. ഓക്കെ, ഞാനേ കുറച്ച് പേരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചേട്ടൻ കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ഒന്ന് ചുമ്മാ ചോദിച്ചേക്കാൻ പറഞ്ഞു. അപ്പം എന്താണ്
കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. കല്യാണം അതെ സ്റ്റിൽ ബാച്ചിലർ. ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളി അടിപൊളി. എന്തായാലും സിനിമ ലൈഫും ഇനിയും ധാരാളം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഫിലിംസ് യു ഹാവ് ഡൺ എവർ. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല രസത്തിൽ സംസാരിക്കാൻ പറ്റി. ഇത്രയും സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ലാസ്റ്റ് ആയിട്ട് പറയാം ഒന്നുകൂടെ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. ഇനിയും ചേട്ടൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എനിക്കും അതാണ് ആഗ്രഹം, അങ്ങനെയൊക്കെ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആക്ടർ ആനന്ദ് മന്മഥൻ. ഇനിയും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM ഇഷ്ടം പോലെ പരിപാടികൾ വരുന്നുണ്ട്, കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM ആൻഡ് ദിസ് ഈസ് RJ Jo signing off from SK Hotspot. 89.6 FM സർഗക്ഷേത്ര.